വയനാട് സിൻഡ്രല്ല റിസോർട്ടിലായിരുന്നു ഇന്നലത്തെ താമസം. അവിടെ താമസിച്ച് നമ്മൾ ആ റിസോർട്ടിലേക്ക് പോകുന്നൊരു വഴിയാട്ടത്. നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് ഈ വ്യൂ എടുക്കുന്നത്. ഇത് ചുണ്ടയിൽ നിന്നും കുറച്ച് മാറിയാൽ നമ്മൾ ആ റിസോർട്ടിലേക്ക് പോകുമ്പോൾ കാണുന്ന വയനാട്ടിലെ അതിമനോഹരമായ സ്ഥലങ്ങളിൽ ഒരു അടിപൊളി സ്ഥലം എന്ന് പറയാം. ഏതായാലും ഞാൻ ഫാമിലി, പിന്നെ വൈഫിൻ്റെ ബ്രദറായ ഡോക്ടർ റിയാസ് ഉണ്ട്, പിന്നെ വൈഫ് ഡോക്ടർ ഷംന, വൈഫിൻ്റെ അനിയത്തി റുബ, മക്കളെല്ലാവരും ഉണ്ട്. ഇന്നലെ നമ്മൾ ഒരു കംഫർട്ടബിൾ സ്റ്റേ ആയിരുന്നു. സിൻഡ്രല്ല എന്ന് പറയുന്നത് ഒരു പുതിയ പ്രോപ്പർട്ടിയാണ്. എൻ്റെ സുഹൃത്ത്, പിന്നെ എൻ്റെ സഹപ്രവർത്തകനായിരുന്ന റിട്ടയർഡായ ബാബുമാഷും 3 ആളുകളും ചേർന്നുണ്ടാക്കിയൊരു സംവിധാനമാണ്. അവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയത്, ഒരു കാടിൻ്റെ മിഡിലിൽ ഒരു മനോഹരമായ പ്രോപ്പർട്ടി. നിങ്ങൾ വലിയ തിരക്കും പിന്നെ വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലെങ്കിൽ കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കാൻ പറ്റിയ, ഫാമിലിക്ക് പറ്റിയ ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണ്. നിങ്ങളൊരു ക്ലബ്ബായിട്ട് വരികയാണെങ്കിൽ ഒരു 15 പേർക്ക് മാക്സിമം അവിടെ താമസിക്കുക. 4-5 കോട്ടേജുകളൊക്കെ ഉണ്ട്. 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട. ഒന്ന് റൂമിൻ്റെ ഇൻറ്റീരിയറും റൂമിൻ്റെ സ്റ്റൈലും പുതിയതായതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ അവരുടെ ഭക്ഷണം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കുക്ക് ചെയ്യുക, അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഓർഡർ ചെയ്താൽ അതും കിട്ടും. വയനാട് ചുണ്ടയിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് സിൻഡ്രല്ല. അപ്പോൾ ഫാമിലിക്കും ആർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന, നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. റുബ അതാരാ അല്ലോ, എങ്ങനെയുണ്ട്? ഉഷാറായ റിസോർട്ട് ഉഷാറായ. റുബ എങ്ങനെയുണ്ട്? വൈഫിൻ്റെ അനിയത്തിയാണ് റുബ. എങ്ങനെയുണ്ട് ഇന്നലത്തെ നമ്മളെ താമസം? അടിപൊളി അല്ലേ? ഷിമോ എങ്ങനെയുണ്ട്? നല്ല സ്റ്റേ ആയിരുന്നു, നല്ല സ്ഥലം, പിന്നെ അവിടെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം. ഭംഗിയായി, അടിപൊളി അല്ലേ? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡൊക്കെ നല്ല. എങ്ങനെയുണ്ട്? ഇത് അളിയനാട്ടാ. എങ്ങനെയുണ്ട് സ്റ്റേ? നല്ല സ്റ്റേ ആണ്, കുഴപ്പമില്ലല്ലേ? നല്ല വ്യൂ ഉണ്ട്. ഷാജി എന്തുണ്ട്? എങ്ങനെയുണ്ട് നമ്മളെ പ്രോപ്പർട്ടി? ഉഷാറ്. നമ്മൾ വയനാട്ടിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ മലപ്പുറം ഭാഗത്തൊക്കെ ആണെങ്കിലും ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും വളരെ വളരെ ഉഷാറായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്മളവിടുത്തെ ഡിസംബറിലെ തണുപ്പിൽ നിൽക്കണമായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബാബു മാഷ്. എൻ്റെ സ്കൂളിലെ ഡെപ്യൂട്ടി HM ആയിരുന്നു. ഇപ്പോൾ റിട്ടയർഡ് ആയതിനു ശേഷം ഹോസ്പിറ്റാലിറ്റി രംഗത്താണ് അല്ലേ? സിൻഡ്രല്ല അല്ലേ നമ്മളതിൻ്റെ പ്രോപ്പർട്ടിയുടെ പേര്? ലൊക്കേഷൻ എവിടെ നിന്ന് പറഞ്ഞു? ലൊക്കേഷൻ മേപ്പാടി റോട്ടിൽ, ചുണ്ടയിൽ നിന്ന് മേപ്പാടി റോട്ടിൽ അമ്മപ്പാറ. ചുണ്ടയിൽ നിന്ന് 3 കിലോമീറ്റർ താഴെ. അതായത് ഇപ്പോൾ ഇവിടെ ഉള്ളത് 4 വില്ലാസാണ്. 4 റൂമുകളാണ്. 4 അതിൽ 2 വലിയ റൂമുകളാണ്. അതിലൊരു ബേ വിൻഡോ, പിന്നെ ഒരു അപ്പർ ഡെക്ക് പോലെ ഒരു റൂം. അപ്പോൾ ഒരു റൂമിൽ അവിടെ തന്നെ സുഖമായിട്ട് 5 പേർക്ക് സുന്ദരമായിട്ട് താമസിക്കാം. അങ്ങനെ 2 റൂമുകൾ ആ ടൈപ്പ് ഉണ്ട്. അതിൽ 10 പേർക്ക് താമസിക്കാം. പിന്നെ 2 ഇൻഡിവിജ്വൽ കോട്ടേജുകൾ, അതിൽ 2 4 അപ്പോൾ 14 പേർക്ക് ഈസി ആയിട്ട് താമസിക്കാം. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 16-18 വരെ സുഖമായിട്ട് താമസിക്കാൻ പറ്റും. അടിപൊളി. പിന്നെ ഒരു മുന്നിലൊരു അരുവി. അതെ, ഒരു ചെറിയൊരു സ്ട്രീം. വർഷക്കാലത്ത് നിറയെ വെള്ളം, മഴക്കാലത്ത് അടിപൊളി. മഴക്കാലത്ത് നമുക്ക് ഇൻഷാ അല്ലാ. എന്താ എൻ്റെ അഭിപ്രായം? ഫുഡിനെ കുറിച്ച് കഴിച്ചോ? മനോട്ടാ എന്തൊക്കെ സുഖല്ലേ? ഓക്കെ, ഇതിൻ്റെ ഒരു പിന്നെ ഡയറക്ടറാണ്. ഇവര് 4 പേരാ അല്ലേ? ഞങ്ങൾ 4 പേരുണ്ട്. 2 പേര് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഒന്നിന്റെ കോപതരം കൂടിയാണ്. ഓക്കെ, ബാബു സാറ് എൻ്റെ സഹപ്രവർത്തകനായിരുന്നു. ഓക്കെ, ഹാപ്പി ട്ടാ, സന്തോഷം. എന്താ വെച്ചാൽ ഇവിടെ വരുന്നവർക്ക് നമ്മള് കൂടുതൽ ഇതെന്ന് വെച്ചാൽ ഒരു പ്രൈവസിയാണ്. നല്ല പ്രൈവസി, നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പൊ നമ്മളെ ടെൻഷനൊക്കെ ഒരു ദിവസം വന്നു നിന്നാൽ തന്നെ നമുക്കൊരു റിലാക്സ് ആയിരിക്കും. അപ്പോൾ ഈ വെക്കേഷൻ ടൈമില്, നല്ല ചൂട് ടൈമിൽ വയനാട് മൊത്തത്തിൽ നമുക്കൊരു കൂൾ അറ്റ്മോസ്ഫിയർ ആണല്ല. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു സിൻഡ്രല്ല എന്ന റിസോർട്ട് നമ്പർ ഞാൻ കൊടുക്കാം, ഒന്ന് വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്ത് പോവാം. പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് മൺസൂൺ കാലമായി കഴിഞ്ഞാൽ ഇവിടെ ഒന്നുകൂടെ അടിപൊളിയായിരിക്കും. അങ്ങനത്തെ ഒരു വ്യത്യസ്തമായൊരു ആംബിയൻസ് ആണ്. ഒരു വളരെ കാം ആൻഡ് ക്വയറ്റ് കംഫർട്ടബിൾ ലിവിങ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ഫാമിലി ആണെങ്കിൽ ഇത് മാക്സിമം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഈ തിരക്കിനിടയിലുള്ള യാത്രക്കിടയിൽ ഒന്ന് ഒരു സമാധാനം, സന്തോഷം, അത് വേറെ ലെവൽ തന്നെയല്ലേ. അപ്പോൾ സിൻഡ്രല്ല വയനാട്ടിലെ ഒരു പുതിയ പ്രോപ്പർട്ടിയാണെന്ന് കൂടി